ഇടുക്കി പൂപ്പാറ പന്നിയാർ എസ്റ്റേറ്റിൽ കാട്ടാന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തോട്ടം തൊഴിലാളി മരിച്ചു. പരിമളയാണ് തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. വിഷ്ണു സുരേഷ് നൽകും ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. വിഷ്ണു, എവിടെ വെച്ചാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ? പ്രജൻ, ഈ പൂപ്പാറ പന്നിയാർ എസ്റ്റേറ്റിലേക്ക് ജോലിക്ക് വരികയായിരുന്നു പരിമള. അതോടൊപ്പം അവർക്കൊപ്പം മറ്റ് തൊഴിലാളികളും ഉണ്ടായി. ഇതിനിടയിലാണ് ഈ തോട്ടത്തിൽ തമ്പടിച്ചു നിന്ന 6ഓളം വരുന്ന കാട്ടാനകളിൽ ഒരു കാട്ടാന പരിമളത്തെ ആക്രമിച്ചത്. മറ്റ് ആളുകൾ ഇവരെ ആക്രമിക്കുന്നതുകൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് നേരെയും കാട്ടാന പാഞ്ഞെടുത്താനെ. പിന്നെ ഏറെ പണിപ്പെട്ടാണ് ഇവരെ കാട്ടാനയിൽ നിന്ന് മോചിപ്പിച്ചത്. ആ ഘട്ടത്തിൽ ഇവർക്ക് പരിക്ക് പറ്റി ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആദ്യം രാജകുമാരി താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പിന്നീട് അവിടെ നിന്ന് നേരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പക്ഷേ അവിടെ വെച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. നിലവിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഒരല്പം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു ഇടപെടൽ വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെയും തൊഴിലാളികളുടെയും ആകെ ആവശ്യം. പ്രജിൻ, ശരി. ഇടുക്കി പൂപ്പാറ പന്നിയാർ എസ്റ്റേറ്റിലാണ് കാട്ടാന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തോട്ടം തൊഴിലാളി മരിച്ചത്. പരിമളയാണ് തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണമടഞ്ഞത്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.